എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ റിലീസ് ചെയ്ത വളരെ വലിയൊരു ക്യാൻവാസിൽ ജൂനിയർ NTRനെ നായകനാക്കിക്കൊണ്ട് കൊരട്ടള ശിവ സംവിധാനം ചെയ്ത ചിത്രമാണ് ദേവര. കൊരട്ടള ശിവ എന്ന് പറയുന്ന സംവിധായകനെ പറ്റി നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹം ചെയ്ത കുറച്ച് സിനിമകൾ, അതിൽ എനിക്ക് തോന്നുന്ന വളരെ എടുത്തു പറയാവുന്നൊരു സിനിമ നമ്മുടെ മലയാളത്തിൽ നിന്ന് ശ്രീ മോഹൻലാലും കൂടെ അഭിനയിച്ച ജനതാ ഗാരേജ് എന്ന് പറയുന്ന സിനിമ. അത് വളരെ വ്യത്യസ്തമായ ഒരു ഇമോഷണലും അല്ലെങ്കിൽ തന്നെ കുറച്ച് ത്രില്ലിങ്ങും അത് പ്രകൃതിപരമായിട്ടുള്ള കുറേ ബോധവൽക്കരണവും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത ഒരു സിനിമ തന്നെയായിരുന്നു ജനതാ ഗാരേജ്. അപ്പം അദ്ദേഹം സംവിധാനം ചെയ്യുന്നൊരു സിനിമ ആ ഒരു ലെവലിൽ വരും എന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ദേവര എന്ന് പറയുന്ന സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നത്. NTRനെ കൂടാതെ തന്നെ അതിൻ്റെ അത് ജാൻവി കപൂറുണ്ട്, പ്രകാശ് രാജ്, ശ്രീ നരയനുണ്ട്, സെയ്ഫ് അലി ഖാനുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ്, സെറീന വഹാബ് പഴയ നടി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ സിനിമ എന്ന് മനസ്സിലാക്കാൻ ഒട്ടും പറ്റാത്ത വിധത്തിലാണ് ആ സിനിമ ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 1 സിനിമയുടെ ഇറങ്ങിയിരിക്കുന്നത്. വളരെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ കൺവീൻസിങ് ആയിട്ടുള്ള കഥകൾ കണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ്. പഴയ പോലെ ഉള്ള എന്തെങ്കിലും ഒരു സിനിമ കാണിച്ചിട്ട് അത് ഒരു കന്നഡ സിനിമ ഇങ്ങനെയാണ്, ഒരു തെലുങ്ക് സിനിമ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കൺവീൻസ് ചെയ്യിക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എല്ലാ ഭാഷകളിലും വരുന്ന സിനിമകൾ ഒന്നൊന്നിനും മികച്ച സിനിമകളാണ്. മികച്ച ടെക്നീഷ്യന്മാർ, മികച്ച അഭിനേതാക്കൾ ഒക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ജൂനിയർ NTRനെ പോലെയുള്ള ഒരു ബഹുമുഖ പ്രതിഭ, അദ്ദേഹം ഡാൻസിലാണെങ്കിലും ഫൈറ്റിലാണെങ്കിലും അഭിനയം എല്ലാത്തിലും മികച്ച ഒരാക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളൊരു സ്റ്റാറിനെ വേണ്ട വിധം ഈ സിനിമയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന, അവർ മീൻപിടുത്തം തൊഴിലായിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരും അവർക്ക് ജീവിതമാർഗം വേറെ ഇല്ലാതെ വരുമ്പോൾ അവരിങ്ങനെ കള്ളക്കടത്ത് നടത്തുന്നതും പിന്നീട് അതിൽ നായകനൊരു ബോധോദയം സംഭവിക്കുന്നതും അതിലൊരു കസ്റ്റംസ് ഓഫീസർ നരേൻ്റെ കെയർ ഓഫിൽ അദ്ദേഹം നരേനുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൽ അയാൾ നന്നാവുന്നു, പിന്നെ മറ്റുള്ളവരെ അദ്ദേഹം നന്നാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന നമ്മൾ കണ്ട് പഴകി ശീലിച്ച ഒരു ത്രെഡ് ആ സിനിമയാണ് ഈ ശരിക്കും പറഞ്ഞാൽ. അതിന് ഒട്ടും എന്താ പറയുക, ഇത്രയും വലിയൊരു ക്യാൻവാസിൽ വരുന്നൊരു സിനിമയിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കും. പിന്നെ സ്ഥിരമായിട്ട് കാണുന്ന ഫൈറ്റുകളും കാര്യങ്ങളും, ഒരു 100 പേരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഹീറോ. പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ കൊരട്ടള ശിവ എന്ന് പറയുന്നൊരു സംവിധായകൻ്റെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒറ്റൊരു സോങ്, ആ സിനിമയിൽ ആ ഒരു സോങ്ങിന് വേണ്ടി മാത്രമാണ് ആൾക്കാർ കുറേ നേരം കൈയടിക്കുകയും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊരു സിനിമയാണെങ്കിലും ആ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു കഥ, ആ ഒരു കഥയായിരിക്കുമല്ലോ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത്. വെറുതെ ഒരു സിനിമ ഇങ്ങനെ നമ്മളെങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നു. ഇപ്പോൾ ഇത്രയും ബഡ്ജറ്റിൽ ഇറങ്ങിയ ഒരു പടമാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഒരു വലിയ നടൻ അഭിനയിച്ച് അത് ശരിക്കും സാറ്റിസ്ഫൈ ആകാതെ പോയപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ബാക്കി നായിക ജാൻവി കപൂറിനെ പറ്റി പറയുകയാണെങ്കിൽ ശ്രീദേവിയുടെ മകളാണ്, ഭയങ്കര സുന്ദരിയാണ്. പക്ഷേ ഈ സിനിമയിൽ പുള്ളിക്കാരി ശരിക്കും പറഞ്ഞെങ്കിൽ എന്ത് വേഷമാണെന്ന് അറിയില്ല. നായകനെ പ്രേമിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി നടക്കുന്ന ഒരു നായിക, വേറെ ഒരു ജോലിയില്ല, ആരെയെങ്കിലും പ്രേമിക്കണം, ആരെയെങ്കിലും കല്യാണം കഴിക്കണം, അയാളൊരു യോദ്ധാവായിരിക്കണം, ഇതൊക്കെ ചിന്തിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി. അല്ലാതെ ആ പെൺകുട്ടിക്ക് വ്യക്തമായ ഒരു ആറ്റിറ്റ്യൂഡില്ല, വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സിനിമ, ആ സിനിമ എങ്ങനെയാണ് ആ പ്രേക്ഷകരിലേക്ക് വേണ്ട രീതിയിൽ എത്തി അവരെ ഇൻഫ്ലുവൻസ് ആക്കുക എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതുപോലെയുള്ളൊരു സംവിധായകൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അപ്പം അദ്ദേഹത്തിനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം ചെയ്ത സിനിമകൾ, അദ്ദേഹത്തിൻ്റെ ജനതാ ഗാരേജ് എന്ന് പറഞ്ഞ സിനിമയാണെങ്കിൽ ആ ഒരു സിനിമ അദ്ദേഹം ചെയ്തതാണ്. അപ്പോൾ ആ സിനിമയൊക്കെ പ്രതീക്ഷിച്ച്, അതുപോലെ അതിന് മുകളിൽ വരുന്നൊരു സിനിമയൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും പ്രേക്ഷകർ തീർച്ചയായിട്ടും സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തോ ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല. പക്ഷേ ഇങ്ങനെ നമുക്ക് സിനിമ തിയേറ്ററിൽ പോയി ഇങ്ങനെ കണ്ടിരിക്കാം. നമുക്ക് കുറച്ച് വിഷ്വൽ സംഭവങ്ങളും ഒക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടിരിക്കാം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ടി വിയിലൊന്നും കണ്ടു കഴിഞ്ഞാൽ അത്രയും നമുക്ക് സുഖം തോന്നില്ല. തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുക, കണ്ടതിന് ശേഷം നമ്മുടെ റിവ്യൂവിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.